മേത്തല വയലമ്പലത്ത് കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ 75 വയസ്സുള്ള മുകുന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടമുട്ടത്ത് കുടുംബ വഴക്കിനിടെ കത്തികൊണ്ട് കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത് ഭരതന്റെ മകൻ അഖിലിനാണ് കുത്തേറ്റത്. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളിൽ വീട്ടിൽ ഗണേഷ്, ഭാര്യ ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിലെ മേത്തല വയലമ്പലത്ത് കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ 75 വയസ്സുള്ള മുകുന്ദനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 2 പേരെയും കടന്നൽ കൂട്ടം ആക്രമിച്ചു. മുകുന്ദനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അണ്ടുരത്തിൽ സന്ദീപ്, കൂനിപ്പറമ്പിൽ രജീഷിന്റെ ഭാര്യ നിഷ എന്നിവരെയും കടന്നലുകൾ ആക്രമിച്ചത്. വയലമ്പലം സെന്ററിന് തെക്കുവശമായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മുകുന്ദനെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ കടന്നലുകൾ പിന്തുടർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചു. എടമുട്ടത്ത് കുടുംബ വഴക്കിനിടെ കത്തികൊണ്ട് കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത് ഭരതന്റെ മകൻ അഖിലിനാണ് കുത്തേറ്റത്. എടമുട്ടം സൊസൈറ്റിക്ക് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളിൽ വീട്ടിൽ 30 വയസ്സുള്ള ഗണേഷ്, ഭാര്യ 29 വയസ്സുള്ള ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ചിത്രയെ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സിഗ്നലിൽ മഞ്ഞ വെളിച്ചം പ്രകാശിച്ചതിനെ തുടർന്ന് നിർത്താനൊരുങ്ങിയ ബൈക്കിന് പുറകിൽ കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ 30 മീറ്ററോളം ബൈക്ക് തെറിച്ചുപോയി. കണ്ണൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ ഡോക്ടറാണ് കാർ ഓടിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണക്കാഴ്ച ഒരുക്കി KK രവീന്ദ്രന്റെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രമുഖ ദിനപത്രങ്ങളിലെ സീനിയർ ഫോട്ടോഗ്രാഫറായിരുന്ന തൃശൂർ പുല്ലഴി സ്വദേശി കാട്ടൂർ വീട്ടിൽ രവീന്ദ്രന്റെ ചിത്രങ്ങളാണ് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ പ്രദർശനത്തിനായി ഒരുക്കി വച്ചിരിക്കുന്നത്. രവീന്ദ്രൻ വരച്ച 50ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 ദിവസങ്ങളിലായി തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ നടത്തിയ ചിത്ര പ്രദർശനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രങ്ങളിൽ പലതും പത്രത്തിനു വേണ്ടി എടുത്തവയാണ്. അവ പിന്നീട് ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചലച്ചിത്ര താരം പ്രേംജിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം രവീന്ദ്രൻ ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു. അത് ക്യാൻവാസിൽ വരച്ചതാണ് മുഖ്യ ആകർഷണം. കൂടാതെ പഴുവിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ദൃശ്യവും ചേലക്കര വെടിക്കെട്ട് അപകടത്തിൻ്റെ ദൃശ്യവും കാലികളെ മേയ്ക്കാൻ ഇരിക്കുന്ന സ്ത്രീയുടെ ചിത്രങ്ങളും തുടങ്ങി നിരവധി ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി കാത്തിരിക്കുന്നത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ചിത്രങ്ങൾ വരെ ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്ര പ്രദർശനം. വാട്ടർ കളറും അക്രിലിക് ഓയിൽ പെയിന്റുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഏറെയും വരച്ചിരിക്കുന്നത്. തൃശൂരിൻ്റെ ഓണാഘോഷത്തിന് കൊഴുപ്പേകുന്ന പുലിക്കളിക്ക് വിവിധ ദേശങ്ങൾക്കായി 60 വർഷത്തോളമായി പുലികളെ വരയ്ക്കാറുണ്ട് ഈ 75-കാരൻ. സാക്ഷരത പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പ്രായമായവർക്കും പഠിക്കാം എന്നുള്ള ഇത് വന്നപ്പോൾ പാണഞ്ചേരി കോളനിയിൽ നിന്ന് ഒരു നല്ലൊരു ചിത്രം കിട്ടി. തള്ള കുട്ടീനെ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ളൊരു ചിത്രം. പിന്നെ പഴുവിൽ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ എടുത്ത ചിത്രം, അതും മനോഹരമായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ലൈഫ് മിഷൻ പദ്ധതിയിൽ കൊരട്ടി പഞ്ചായത്ത് 9ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു താക്കോൽദാനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ലിജോ ജോസ്, AA ബിജു, TC ഗോപി, ബൈജു വെളിയത്തുപറമ്പിൽ, അശോകൻ എലിഞ്ഞപ്ര എന്നിവർ സംസാരിച്ചു. 9ാം വാർഡിൽ വാർഡ് മെമ്പർ ലിജോ ജോസിന്റെ ശ്രമഫലമായി ലൈഫ് മിഷൻ, വിവിധ സംഘടനകൾ, വ്യക്തികൾ എന്നിവയുടെ സഹകരണത്തോടെ 4 വർഷത്തിനുള്ളിൽ 28 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. ശ്രീനാരായണപുരം പള്ളിനട സ്വദേശിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. പനങ്ങാട് പള്ളിനട സ്വദേശി ഉളയ്ക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് ജില്ലാ കലക്ടറുടെ കാപ്പ ഉത്തരവിന്മേൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് മതിലകം, കൊടുങ്ങല്ലൂർ, അതിരപ്പിള്ളി, പീച്ചി, മൂവാറ്റുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അടിപിടി, കവർച്ച, പോക്സോ, വധശ്രമം ഉൾപ്പെടെ 8ഓളം കേസുകളുണ്ട്. 2024 സെപ്റ്റംബർ മാസം പീച്ചിയിൽ വെച്ച് 2.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ജയിലിലായിരുന്ന സിദ്ദിഖ് 2025 ജനുവരി 1 ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കൂട്ടുകാരുമൊത്ത് നൈറ്റ് പാർട്ടി സംഘടിപ്പിച്ചതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തുടർച്ചയായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരുനില വട്ടശ്രീകോവിലുള്ള ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി 6 മുതൽ 13 വരെ ആഘോഷിക്കും. ജനുവരി 6 ഉത്സവത്തിന് കൊടിയേറും. രാത്രി 7:30 ഇരു ക്ഷേത്രങ്ങളിലെയും കൊടിയേറ്റം നടക്കും. 8 തെക്കേടത്ത് ഉത്സവ ബലി, 9 കാർത്തിക ദീപക്കാഴ്ച, 11 വടക്കേടത്ത് ഉത്സവ ബലി, 13 ആറാട്ട് എന്നിങ്ങനെയാണ് പ്രധാന ചടങ്ങുകൾ. ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ ക്ഷേത്രകലകൾ അരങ്ങേറും. കാർത്തിക ദിവസം 10 ഗജവീരന്മാർ അണിനിരക്കുന്ന മേളം നടക്കും. പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ PK പത്മകുമാർ, സന്തോഷ് കുമാർ, MP ശശിധരൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ജനുവരി 6 തുടങ്ങി ജനുവരി 13 വരെയാണ്. അതിൽ പ്രധാനപ്പെട്ട ദിവസം പത്താനിക്ക് ഉത്സവവും പഞ്ചവാദ്യവും മേളവും കാർത്തിക ദീപക്കാഴ്ചയൊക്കെയുള്ളത് ജനുവരി 9 അപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വേണം. പിന്നെ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്താണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള മാതിരിയല്ല, ഇവിടെ 2 ഉത്സവം ഒരുമിച്ച് കൂടി 2 തിടമ്പുണ്ട്. 8 ആനയാണ്, 10 ആനയ്ക്കാണ് ഉത്സവം. വേറെ അധികം സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA യുടെ സഹായത്തോടുകൂടി നമുക്ക് ആ തെക്കരത്ത അമ്പലത്തിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഉത്സവമാണ്. അപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പത്രത്തിലായാലും ചാനലുകളിലായാലും എല്ലാവിധ സഹായം ഉണ്ടാകുമെന്ന്. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ സൗമ്യ വിനീഷ്, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ MA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബീന ഡേവിസ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന ഷാഹുൽ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും വൈസ് പ്രിൻസിപ്പാളുമായ ആൽബർട്ട് ആന്റണി T എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോനോ പള്ളിയിലെ അമ്പു തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ലിജോ പോൾ പറമ്പത്ത് കൊടിയേറ്റി. തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി മുഖ്യ കാർമ്മികനായി. 11, 12 തീയതികളിലാണ് തിരുനാൾ. അന്നമനട പടിഞ്ഞാറില്ലത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ 2ാം ഘട്ടവും മകരചൊവ്വ മഹോത്സവവും ജനുവരി 5 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. 5, 6, 7 തീയതികളിൽ നടക്കുന്ന താമ്പൂല പ്രശ്നപരിഹാര കർമ്മങ്ങൾക്ക് കാശംകോട്ടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 മുതൽ 14 വരെയാണ് മകരചൊവ്വ മഹോത്സവ ആഘോഷങ്ങൾ നടക്കും. TL സുശീലൻ, KP ശങ്കരനാരായണൻ, കാശി വിശ്വനാഥ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 5, 6, 7 തീയതികളിലായിട്ട് വലിയൊരു പരിഹാര ക്രിയകളും കൂടെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 6 ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പ്രസിദ്ധ ജ്യോതിഷനായ ഇടക്കാട്ട് വയൽ
ജയകുമാർ നടത്തിയ താമ്പൂല പ്രശ്നത്തിൻ്റെ വിധി അനുസരിച്ച് കുറേ ദോഷങ്ങൾ കണ്ടെത്തുകയും ആ ദോഷങ്ങളുടെ പരിഹാരത്തിനായിട്ട് 3 ദിവസത്തെ പരിഹാര കർമ്മങ്ങൾ നടക്കുകയാണ്. ആളൂർ സെന്റ് ജോസഫ് EMHS സ്കൂളിന്റെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വീടുകളിലെ കുട്ടികൾക്ക് വളരെ ശ്ലാഘനീയമായ വിധത്തിൽ പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ 61ാമത് വാർഷികാഘോഷ വേളയിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. 61ാമത് വാർഷികാഘോഷം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. ഈ വിദ്യാലയം എത്ര ശ്രദ്ധാപൂർവമാണ് കുട്ടികളുടെ വ്യക്തിത്വത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അവതരണ പരിപാടിയിലൂടെ വളരെ സുവ്യക്തമായ നിലയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സിസ്റ്റർ ഡോക്ടർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ മുഖ്യപ്രഭാഷണം നടത്തി. ആളൂർ സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജോയ് കടമ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആളൂർ സെന്റ് ജോസഫ് EMHS മാനേജർ സിസ്റ്റർ മരിയ ആന്റണി, പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ആശ തെരേസ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജ്യോതി, PTWA പ്രസിഡന്റ് സുദീൻ അശോക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കരുപ്പടന വാഗസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനമായ നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി 1000 ഡയാലിസിസ് നൽകുന്ന പദ്ധതിയിലേക്ക് ധനസഹായം കൈമാറി. മസ്കറ്റ് ഗൾഫ് സ്റ്റാർ ഗ്ലോബൽ LLCM D കുട്ടനപ്പാട്ടാണ് 50,000 രൂപ നൽകിയത്. ക്ലബ്ബ് പ്രസിഡന്റ് BI അഷ്റഫ് അധ്യക്ഷനായി. പദ്ധതി സംഘാടക സമിതി ചെയർമാൻ അയൂബ് കരുപ്പടന, ഫസൽ പുത്തൻകാട്ടിൽ, മനോജ് അന്നിക്കര, ഫഹദ്, ന്യൂറുദ്ദീൻ അബൂബക്കർ, അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. അപേക്ഷ വഴി ലഭിക്കുന്ന നിർധനരായ രോഗികൾക്ക് 1500 രൂപയുടെ 5 കിറ്റുകൾ നൽകുന്ന പദ്ധതിയിലൂടെ 2 വർഷം കൊണ്ട് 1000 കിറ്റുകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മതിലകം സെന്ററിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് TS ശശി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, TS ഗോപിനാഥൻ, സോമൻ താമരക്കുളം, ഷംസുദ്ദീൻ വാദ്യടത്ത്, ധർമ്മരാജൻ, PA റഫീഖ്, ഷിബു വർഗീസ്, OA ജെൻറിൻ, KK കൃഷ്ണൻകുട്ടി, ES നിയാസ്, OS ഷെരീഫ, അഖിൽ മേനോൻ എന്നിവർ സംസാരിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെറാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിശുദ്ധ ചാവറ ഏലിയാസ് കുര്യാക്കോസ് പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ജീസസ് യൂത്ത് വിദ്യാർത്ഥികൾ, NSS യൂണിറ്റ് വളണ്ടിയർമാർ എന്നിവർ ചേർന്ന് മാള കരുണാഭവനിൽ സന്ദർശനം നടത്തി. അന്തേവാസികൾക്കായി സമ്മാനങ്ങൾ കൈമാറി. സിസ്റ്റർ പ്രശാന്തി സമ്മാനങ്ങൾ സ്വീകരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ EJ ജോളി, NSS പ്രോഗ്രാം ഓഫീസർ BA മധു, ജിനിൽ ജോർജ്, അധ്യാപകരായ അൽഫാൻ, ചന്ദ്രബോസ്, സവിത, ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മേത്തല വയലമ്പലത്ത് കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ 75 വയസ്സുള്ള മുകുന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടമുട്ടത്ത് കുടുംബ വഴക്കിനിടെ കത്തികൊണ്ട് കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത് ഭരതന്റെ മകൻ അഖിലിനാണ് കുത്തേറ്റത്. പുതുക്കാട് സിഗ്നലിൽ ഡോക്ടറുടെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ സ്വദേശികളായ പരപ്പിള്ളിൽ വീട്ടിൽ ഗണേഷ്, ഭാര്യ ചിത്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.